നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി കർമ്മത്തെക്കുറിച്ച് പഠിച്ചു. കർമ്മഫലത്തെക്കുറിച്ച് അറിയുന്ന ഒരു കുട്ടി, എനിക്ക് തോന്നുന്നു ഒരു 13-14 വയസ്സ് ആയി കാണും. ചോദിച്ച ഒരു ചോദ്യമാണ്, ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തി എന്താണ്, ദുഷ്കർമ്മം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ലളിതമായ ചോദ്യമാണ്. ഏത് കർമ്മമാണ് ദുഷ്കർമ്മം എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഒരുപാട് ആൻസറുണ്ട്. കാരണം അവരവരുടെ ചിന്തയിൽ വരുന്ന അവരവരുടെ ഗുണത്തിനനുസരിച്ച് അവരവർ ചിന്തിക്കുന്നത് സത്കർമ്മം, അവരവർ ചിന്തിക്കുന്നത് ദുഷ്കർമ്മം. തീർച്ചയായിട്ടും ഇവിടെ ഒരു കാര്യം ഷെയർ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. കാരണം ഇന്ന് സോഷ്യൽ മീഡിയയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. അതിനെ ഏവരും ആശ്രയിക്കുന്നു. 24 മണിക്കൂറും നമ്മുടെ തലമണ്ട അതിനകത്തേക്കാണ്. അപ്പോൾ ചിന്തിച്ച ഒരു കാര്യം, ഏറ്റവും വലിയ ഒരു ദുഷ്പ്രവൃത്തി, ദുഷ്കർമ്മം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണോ എന്ന് പോലും അറിയില്ല, എന്നിരുന്നാലും ഇത് ഷെയർ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇന്ന് ഒരുപാട് വീഡിയോകൾ ലഭ്യമാണ്. റീച്ച് കൂട്ടാനും ധനസമ്പാദനത്തിനും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകൾ. അത് കുറച്ച് പേരെങ്കിലും അറിവുള്ളവർ ഇതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകും. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടും. ഒരുപാട് പേർ ഇതിനെക്കുറിച്ച് ചിന്തിക്കും, കുറച്ച് പേർ അതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു ചെറിയ വാക്ക് കൊണ്ട് പലരുടെയും ജീവിതം നല്ലതാക്കി മാറ്റാനും പറ്റും, അവരെ മിസ്ലീഡ് ചെയ്ത് വഴിതെറ്റിച്ച് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാനും പറ്റും. അങ്ങനെ സോഷ്യൽ മീഡിയ വിരൽ തുമ്പത്ത് ഉള്ളപ്പോൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ പുച്ഛം വാരി വെതറി മുടന്തൻ ന്യായങ്ങളും സംസാരിച്ച് സമൂഹത്തെ എങ്ങനെയാണ് നാം വളർത്തുന്നത് എന്നുള്ള ഒരു ചിന്ത അത്യധികം ദുഷ്പ്രവൃത്തിയാണ്. കാരണം 1 രൂപ പോലും ചിലവില്ലാതെ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് വായിക്ക് തോന്നിയതെല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ നല്ല വഴി കാണിച്ച് മുന്നോട്ട് പോകുന്ന വാക്കുകളുണ്ടെങ്കിൽ, ആൾക്കാർക്ക് സാന്ത്വനം ലഭിക്കുന്ന വാക്കുകളാണെങ്കിൽ അത് സത്പ്രവൃത്തിയാണെന്നും സത്കർമ്മഫലമായിട്ടത് പരിണമിക്കുമെന്നും, ഒരാളെ വഴിതെറ്റിക്കുന്ന ഇൻഫർമേഷൻ, മിസ്ലീഡിങ് ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ ദുഷ്കർമ്മമായിട്ടത് പരിണമിക്കുമെന്നും. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് വൈറലായി ഒരുപാട് പേർ കണ്ട് കുറച്ച് പേർ അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് തുടക്കം കുറിക്കും. അങ്ങനെ അതൊരു അനാചാരം തുടക്കം കുറിച്ച് ഒന്നിൽ നിന്ന് 10, 100, 1000 ലക്ഷങ്ങളായി 10 വർഷത്തിൽ ഒരു അനാചാരം അതിനാൽ സൃഷ്ടിക്കപ്പെടുമെങ്കിൽ അത് തുടങ്ങിയത് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു റോങ്ങായ ഇൻഫർമേഷനാണ്. എൻ്റെ അറിവില്ലായ്മ ഒരു കാരണവശാലും നിങ്ങളെ വഴിതെറ്റിക്കുവാൻ പാടുള്ളതല്ല. ആയതിനാൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ സത്യത്തിൽ നാം ഏവരും ചിന്തിക്കണം, ദുഷ്കർമ്മം അത്യധികം കഠിനമായിട്ടുള്ള ദുഷ്പ്രവൃത്തിയാണ്. നല്ല ഇൻഫർമേഷൻ, ശരിയായ ഇൻഫർമേഷൻ നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ഒരുപാട് പേർ വഴി തെറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. അതിൻ്റെ പരിണാമ ഫലമാണ് ഈ ഒരു വീഡിയോ. എൻ്റെ അറിവില്ലായ്മ കാരണം ആരും വഴി തെറ്റരുത് എന്നുള്ള ബോധം. ആര് സംസാരിച്ചാലും എവിടെ സംസാരിച്ചാലും കോണ്ടെക്സ്ച്വലി സന്ദർഭം അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യത്തിന് മുന്നിൽ നമിക്കുന്നു. ഇന്നത്തെ കാലത്ത് എന്താണ് ദുഷ്പ്രവൃത്തി? ഏറ്റവും വലിയ ദുഷ്പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കിൽ നിന്ന് വരുന്ന, ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. ഇത്രയും നീട്ടി വലിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പലരും ചിന്തിച്ചേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക. ഈ വീഡിയോ യൂട്യൂബിലൊക്കെ എവിടെയായിട്ട് കിടക്കും, ഫേസ്ബുക്കിൽ കിടക്കും, എവിടെയെങ്കിലുമൊക്കെ പോകും. മിസ്ലീഡിങ് ഇൻഫർമേഷൻ ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു നാടിനെ, രാഷ്ട്രത്തെ മുഴുവനും വഴിതെറ്റിച്ച് നമ്മളെക്കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് നിർത്തും. അത് തുടങ്ങി വെച്ചവന് കർമ്മഫലം ഉണ്ടാകുമോ ഇല്ലയോ? തീർച്ചയായിട്ടും അവശ്യം അനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടി ശതൈരവി. ആക്ഷൻ, പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രവൃത്തി ഫലമുണ്ട് എന്ന് ആണയിട്ട് എല്ലാ ശാസ്ത്രങ്ങളും വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു. ഈ ഒരു ഇൻഫർമേഷൻ ഏവരിലേക്കും എത്തിക്കുക. ഇനിയെങ്കിലും
നമുക്കേവർക്കും ചിന്തിക്കാം, ഞാനും മിസ്ലീഡിംഗ് ഇൻഫർമേഷൻ ഒരിക്കലും തരാൻ പാടില്ല, അതിലേക്ക് ചിന്തിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത. ഏവർക്കും ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ രാഷ്ട്രമാണ്, നമ്മുടെ ദേശമാണ്, നമ്മുടെ നാടാണ്, നമ്മുടെ കുടുംബമാണ്. നാം എല്ലാവരും സുഖമായിട്ടിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമസ്കാരം.